ഇന്നെന്തോ വാഴയിലയിൽ ഒരു നല്ല ഊണ് കഴിക്കണമെന്ന് തോന്നി. അതിനിപ്പം നമുക്ക് ഓടി ഹോട്ടലിലേക്ക് പോകാൻ പറ്റില്ലല്ലോ, എല്ലാവർക്കും അത് സാധിച്ചെന്ന് വരികയില്ല. അപ്പോൾ എനിക്ക് നമുക്കന്നിപ്പോൾ വീട്ടിൽ തന്നെ അങ്ങ് ഉണ്ടാക്കിയേക്കാവുന്ന ഇന്നത്തെ നല്ല മഴയും നല്ല കാലാവസ്ഥയിലൊക്കെ ഒരു സുഖമായിട്ട് തോന്നി, ചൂട് ചോറും ചൂട് കറികളും ഒക്കെ ആയിട്ട്. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല തേങ്ങയൊക്കെ അരച്ച് തക്കാളിയും വെണ്ടയ്ക്കായും മുരിങ്ങയ്ക്കായും ഒക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ടുള്ളൊരു കറിയെ അത് നല്ല മൺചട്ടിയിലൊക്കെ വെച്ചെടുത്തു. അതൊരു പ്രത്യേക ടേസ്റ്റ്. ഇവിടെ ഞങ്ങൾക്കൊരു പ്രത്യേകതയാണ് അത്, തേങ്ങ അരച്ച് കറി വയ്ക്കുമെന്ന് മൺചട്ടി വയ്ക്കുക എന്നുള്ളത്. പിന്നെ നല്ല ഒരു ചീര തോരൻ, അത് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെയുള്ള ചീരയാണ് കേട്ടോ, അത് പുറത്തുനിന്ന് മേടിച്ചൊന്നുമല്ല, അത് കാരണം നല്ല ഹെൽത്തിയാണ്. പിന്നെ അടുത്തതായിട്ടൊരു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയെ നല്ലപോലെ ഇച്ചിരി മുളകൊക്കെ ഇട്ട് ആ ഒരു പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു ഇതൊക്കെ കിട്ടാൻ പരുവത്തിന് നല്ലൊരു മുളകൊക്കെ ഇട്ടൊരു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി. പിന്നെ എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഒരു മുട്ട പൊരിച്ചതൊക്കെ ഒരു സുഖമാണല്ലോ ഊണിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഒരു മുട്ടയും പൊരിച്ചു. പിന്നെ പപ്പടം കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ചടപടാന്നൊക്കെ ഒന്ന് കേൾക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ട് പപ്പടം പൊള്ളിച്ചു. പിന്നെ നമുക്ക് മലയാളിക്ക് മീനോ ഇറച്ചിയില്ല നമുക്ക് പറ്റില്ലല്ലോ, അപ്പോൾ നല്ലൊരു ഫിഷ് ഫ്രൈ. ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരിച്ചിരി കണ്ണിമാങ്ങ അച്ചാറും കൂടി ആയാലോ ബഹുകേമം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു കണ്ണിമാങ്ങ അച്ചാറും എടുത്തു. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിഭവങ്ങൾ. ഇനി നിങ്ങളെ കാണിക്കാത്തൊരു സാധനം കൂടി ഇവിടെ ഇരിപ്പുണ്ട്. അതെന്താണെന്നറിയാമോ? നല്ല ചക്കക്കുരുവും മാങ്ങായും ചെമ്മീനും കൂടി ഇട്ട് കറി വെച്ചതാണത്. അതിവിടെ എനിക്കും മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ചക്കക്കുരുവും മാങ്ങായും കറിയെ ആ കൂടുതൽ ചെമ്മീനും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കേ, എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ, അഭിപ്രായം അറിയിക്കണേ.